ബ്ലോഗ്സ് ബേസ് സിന്ധുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തടിയമ്പാട് പാലത്തിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ. ഇപ്പം ശരിക്കും ഒരു പെരുമഴക്കാലത്തെ യാത്രയാണ്. അതുകൊണ്ട് മൊത്തം വെള്ളവും ചെളിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ തടിയമ്പാട് നിന്ന് പ്രകാശിലേക്ക് പോവുകയാണ്. അതായത് വിമലഗിരി വഴിയുള്ള ഒരു PWD റോഡിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പം നല്ല ഇറക്കവും കയറ്റവും ഒക്കെയുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇടുക്കിയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പം ഒരു 10 ദിവസത്തെ മഴ പോലും താങ്ങാൻ ശേഷിയുള്ള പ്രകൃതിയൊന്നും അല്ല ഇവിടെ ഉള്ളത്. അപ്പം നമുക്കറിയാം, ഇവിടെയുള്ള ആളുകൾ മണ്ണിനോടും വന്യമൃഗങ്ങളോടും ഒക്കെ പോരടിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യവും നേരിടാനായിട്ടുള്ള ഒരു ശേഷി അവർക്കുണ്ട്. എങ്കിലും ഈ പ്രകൃതി ദുരന്തങ്ങളൊന്നും നേരിടാനുള്ള ഒരു ശേഷിയൊന്നും അവർക്കില്ല. ഇപ്പം ഒരു കുറച്ച് ദിവസം കൂടെ, ഏകദേശം ഒരു 10 ദിവസം അല്ല 5 ദിവസവും കൂടെയൊക്കെ ഈ മഴ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മഴയൊക്കെ പെയ്തു, അതുപോലെ തന്നെ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ. അപ്പോൾ ഈ കാറ്റത്ത് ഈ മരങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്നില്ലേ, ഈ മരങ്ങളെല്ലാം ഏതാ ഒടിഞ്ഞ് വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ചിലപ്പം വലിയ കാറ്റിനൊക്കെ ഇപ്പോൾ ഇവിടെ ഒടിയുന്നത് കുറച്ച് ദൂരെയൊക്കെ ചെന്നായിരിക്കും കാറ്റ് പറത്തിക്കൊണ്ട് വീഴ്ത്തുന്നത്. അത്രത്തോളം വലിയ കാറ്റായിരുന്നു ഇവിടെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഈ മലയിടുക്കുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത്ര വലിയ കാറ്റൊന്നും കാണുന്നില്ല. ഒരു വണ്ടി അവിടെ ചെരിഞ്ഞ് കിടക്കുന്നു. അതുപോലെ തന്നെ മണ്ണൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇടിഞ്ഞ് കിടക്കുന്നതൊക്കെ കണ്ടോ. അപ്പോൾ ഇതാണ് ഇടുക്കിയുടെ ഒരു തനതായിട്ടുള്ള ഒരു കാഴ്ചകൾ. നമ്മൾ സാധാരണ കാണുന്ന സിനിമയിലുള്ള കാഴ്ചകൾ അങ്ങനെയാണ് ഇടുക്കിയുടെ കാഴ്ചകൾ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന കുറേ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുക. അതൊന്നും അല്ല ഇടുക്കിയുടെ യഥാർത്ഥ കാഴ്ചകൾ, ഇടുക്കിയിലെ യഥാർത്ഥ ജീവിതങ്ങൾ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുക്കിയിലുള്ള ഒരാൾ തന്നെ മുന്നോട്ടിറങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ശരിക്കും ഇതാണ് പ്രകാശ്. അപ്പോൾ ഈ പ്രകാശിലായിരുന്നു മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയുടെ മെയിൻ കഥാപാത്രങ്ങളൊക്കെ നിറഞ്ഞാടിയ സ്ഥലമാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് തങ്കമണിക്കാണ് വരുന്നത് കേട്ടോ. തങ്കമണി എന്നൊക്കെ പറയുമ്പം തങ്കമണി സംഭവമൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും അല്ലേ. കേരളത്തിലെ ഒരു മന്ത്രിസഭ തന്നെ താഴെ പോയ ഒരു പ്രശ്നം അല്ല ഒരു എന്താണ് പറയുന്നത്, ഒരു കാര്യം ഉണ്ടായ സ്ഥലമാണിത്. അപ്പം ഇവിടെ കുട്ടികളും ബസ്സുകാരും തമ്മിലുണ്ടായ ഒരു പ്രശ്നം, സാധാരണ ഉണ്ടാകുന്ന പോലൊരു പ്രശ്നം. ആ പ്രശ്നം വെച്ചിട്ട് വലുതായി. അവസാനം പോലീസ് ഇടപെട്ടു, വെടിവെപ്പുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരാൾ പോലീസ് വെടിവെപ്പിൽ മരണമടയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതോടനുബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങൾ ഇവിടെ പിന്നെ പോലീസിൻ്റെ കയ്യിലായി ഈ നാട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ കേരള പോലീസ് നടമാടിയ ഓരോ വൃത്തികെട്ട കാര്യങ്ങൾ, അപ്പോൾ അത് നമുക്കത് പുറത്ത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം അങ്ങനെയായിപ്പോയി. അതിന് ശേഷം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഇവരുടെ ആ പ്രവൃത്തിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിസഭയൊക്കെ താഴെ പോയത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഒരു കരുണ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിനെ ഒരു രോഗി ഇഷ്ടപ്പെടുകയും പിന്നെ അതിനോട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, കുത്തിക്കൊല്ലുകയൊക്കെ ചെയ്ത് അങ്ങനെ മറ്റൊരു പ്രശ്നം, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളുടെ ഒരു കളരിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയ ഒരു സ്ഥലമാണ് കേട്ടോ. എങ്ങനെ മാറി എന്നൊന്നും ഞാൻ പറയുന്നില്ല, മാറ്റി ആളുകളെ, അതാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥലം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സന്ധ്യ കഴിഞ്ഞ സമയത്താണ് യാത്ര ചെയ്യുന്നത്. ലൈറ്റൊക്കെ ഇട്ട് ഫോട്ടോയൊക്കെ എടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പാണ്ടിപ്പാറയാണ്, നമ്മളിവിടെ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. അപ്പം ഈ തങ്കമണി സംഭവമൊക്കെ പുറം ലോകമൊക്കെ അറിയുന്ന, വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അന്നത്തെ മംഗളം മനോരമ ഒക്കെ വാരികയിലൂടെയാണ്. ഇത് കണ്ടോ, ഇടുക്കിയുടെ കെട്ടിലിൻ്റെ അവിടെ നിന്നുള്ള ഒരു എന്താണ് നമ്മൾ കാണുന്നത്, ലൈറ്റ് ഇട്ട ഒരു വിഷ്വലാണ് കാണുന്നത്. ഇത് ഇടുക്കിയാണ് കേട്ടോ. ഇതാണ് ഇടുക്കി പലരും പകർത്തിയിട്ടുണ്ട്. നമ്മൾ രാത്രിയിലൊരു വിഷ്വൽ പകർത്തുകയാണ്. നമ്മൾ ഇനി എന്തായാലും ശരി ഇടുക്കിയുടെ കെട്ടിൻ്റെ ഫോട്ടോ നല്ലോണം എടുക്കും. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഗ്രൗണ്ട് മൊത്തം വെള്ളവും ചെളിയൊക്കെയാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പം മൊത്തം ചെളിയാണ്. അപ്പോൾ എന്തായാലും നോക്കിക്കേ, ഇടുക്കിയുടെ ആ ഒരു ഭംഗി നോക്കി. ഇടുക്കിയുടെ കെട്ടാണിത് കേട്ടോ. ഇവിടെയല്ല ശരിക്കും പറഞ്ഞാൽ ചെറുതോണിയുടെ കെട്ടിലാണ് ഷട്ടറുകളൊക്കെ. അപ്പം നമ്മൾ ലൈറ്റ് ഇട്ട് വീണ്ടും എടുത്തു. അപ്പോൾ നോക്കിയേ, രാത്രി എടുത്തിരിക്കുന്നതാണ് കേട്ടോ, ഇത് ഫോട്ടോ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആകാശമൊക്കെ നല്ലോണം കാണാം അല്ലേ. നല്ല കാഴ്ചകളാണ്. അപ്പോൾ ഈ കാഴ്ചകൾ എനിക്കിഷ്ടപ്പെട്ടു, അത് നിങ്ങളിലേക്ക് ഞാൻ പകർത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ചെറുതോണിയിലേക്കാണ് പോകുന്നത്, വീട്ടിലേക്ക് പോവാണ്. അപ്പം ചെറുതോണിയുടെ പകലുള്ള ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. രാത്രിയുടെ ഒരു ദൃശ്യം കൂടെ നമുക്ക് കാണാം. അപ്പോൾ ചെറുതോണി പാലത്തിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത് കേട്ടോ. ഇത് കണ്ടോ, പ്രളയം കഴിഞ്ഞതിന് ശേഷം വന്ന പാലമാണ്. കരിമ്പൻ പാലം പ്രളയത്തിന് മുന്നേ വന്നതാണേലും ഇത് പ്രളയം കഴിഞ്ഞതിന് ശേഷം വന്നതാണ്. പെരിയാർ ഈ പാലത്തിനിടയിലൂടെയാണ് ഒഴുകുന്നത് കേട്ടോ. കരിമ്പൻ പാലത്തിലൂടെ ചെന്ന് പെരിയാർ വാലി ചെന്ന് അങ്ങനെ താഴോട്ട് വഴി പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ചെറുതോണി പട്ടണം, ജില്ലാ ആസ്ഥാന പട്ടണം എന്നൊക്കെ പറയാം കേട്ടോ. കൂടുതൽ ഇടുക്കി കാഴ്ചകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.